ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന ഒരു വിഷയം വളരെ ശ്രദ്ധാപൂർവം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ശരി, ബ്ലണ്ടായിട്ട് ഞാൻ പറയുന്നത്, ഒരു യുവതിയുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ അതുപോലെ ബ്ലണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് മക്കളെ ഉണ്ടാക്കരുത്, അതിനു പകരം മക്കളെ ജനിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തണം. രണ്ടും തമ്മിൽ രാപകല് വ്യത്യാസമുണ്ട്. ഈ യുവതി അവളുടെ കണ്ണിൽ നിന്നും തീ പാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ദേഷ്യത്തിലായിരുന്നു. അവൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ രണ്ടെണ്ണത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോളെ, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എപ്പോഴാണ് അവൾ പറഞ്ഞേ, എൻ്റെ അച്ഛൻ, എൻ്റെ മൂത്തതാണ് എൻ്റെ ആംഗ്ല, അവനുണ്ടായത് അപ്രതീക്ഷിതമായൊരു സമയത്ത്. എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചില്ല, അവരാഗ്രഹിച്ചില്ല ആ സമയത്ത് അങ്ങനെ ഒരു ഗർഭധാരണം നടക്കണമെന്ന്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള തിരസ്കരണം ആ മകനുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനുണ്ടായി. രണ്ടാമതൊരു കൊച്ചു പോലും അവരാഗ്രഹിച്ചോന്ന് തോന്നുന്നില്ല. എപ്പോഴൊക്കെയോ അവരുടെ സംസാരത്തിൽ നിന്നും പുറത്തു വന്ന ചില കാര്യങ്ങൾ ഇവിടെയൊക്കെ കാതിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യത്തോടെ അവൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഒരാൾ പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും ഡ്രഗ്സ് എടുക്കുന്നവരാണ്, ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാതാപിതാക്കളോട് കടുത്ത ദേഷ്യം, അവർ ഞങ്ങളുടെ മാതാപിതാക്കളാണെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് അറപ്പാണെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടണം. മക്കളെ ഉണ്ടാക്കേണ്ടവരല്ല നമ്മൾ, മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ വളർത്തേണ്ടതുപോലെ വളർത്തേണ്ടവരാണ് മാതാപിതാക്കൾ. അങ്ങനെ ഒരു കടമ അവർക്കുണ്ട്. അത് അവർ മറന്നു കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിയാൽ എന്ത് മക്കൾക്ക് സംഭവിക്കാം എന്നുള്ളത് ഈ രണ്ട് പിള്ളേരിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മക്കൾ സ്നേഹത്തിൽ നിന്ന് ജനിക്കണം, സ്നേഹത്തിൽ വളരണം. രണ്ടും പ്രധാനപ്പെട്ടതാണ്. ആദ്യ നിമിഷം ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെടുന്ന ആ നിമിഷം മുതൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവര് ഉരുവാക്കപ്പെട്ടത് സ്നേഹത്തിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ഗുണമേന്മ ആ മക്കളിൽ കാണാൻ പറ്റും. ആദ്യം ഹൃദയത്തിൽ ജനിച്ചിട്ടാണ് ഗർഭപാത്രത്തിലേക്ക് രൂപപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ ദമ്പതിമാർക്ക് പരസ്പരം സ്നേഹമുണ്ടാകണം, കരുതലുണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം, ദൈവാനുഗ്രഹം ഉണ്ടാകണം. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മക്കളുണ്ടായാൽ ആ മക്കളിൽ അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മ കാണാൻ പറ്റും. അതാണ് പ്രധാനപ്പെട്ടത്. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ വളർന്നു വരുന്ന അന്തരീക്ഷം, മാതാപിതാക്കൾ സ്ഥിരം വഴക്കടിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ അന്തരീക്ഷത്തിൽ വരുന്ന മക്കളിൽ നിന്ന് എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? വഴക്കാളികളെ പ്രതീക്ഷിക്കാൻ പറ്റും. വഴക്കാളികളായി മാറുന്നവരെ, സ്നേഹത്തിൽ വളർന്നു വരുന്ന, സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന മക്കളാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇതെല്ലാം അറിയാൻ ഒരധ്യായം ധ്യാനാത്മകമായിട്ടൊന്ന് വായിച്ചാൽ മതി. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം. മനോവയ്ക്കും ഭാര്യയ്ക്കും കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു നൊമ്പരം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവർ അത് പ്രാർത്ഥനാപൂർവ്വം എടുത്തു. ആ സാഹചര്യം ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ ഏകമനസ്സോടെ പ്രാർത്ഥിച്ചു. മത്തായി 18:19 പറഞ്ഞിട്ടില്ലേ, ദമ്പതിമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏത് കാര്യവും അവരുടെ ജീവിതത്തിൽ സാധ്യമാവും. കാരണം അവിടെ പറയുന്നത്, നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്നായ പിതാവ് നടത്തിത്തരും. അത് സന്താനഭാഗ്യം മാത്രമല്ല, ഏത് കാര്യവും ദൈവം നടത്തിത്തരും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് വാഗ്ദാനം നിറവേറ്റും. അതിന് ഏകമനസ്സോടെയുള്ള പ്രാർത്ഥന അതിൽ നിന്ന് എത്ര ദമ്പതിമാരുടെ ഭാഗത്തു നിന്നും സ്വർഗത്തിലേക്ക് ഉയരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കാണുകയാണ്, മനോവയുടെ ഭാര്യയ്ക്ക് ദൈവദൂതൻ ഒരു സന്ദേശം കൊടുത്തു. അത് അവള് വിശ്വാസത്തിൽ ഏറ്റെടുത്തു. അത് പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അവളെ വിശ്വസിച്ചു. അങ്ങനെ ഇരുവരും ഒന്നിച്ചു നിന്ന് ദൈവഹിതം നിറവേറ്റാനുള്ള ദൃഢനിശ്ചയത്തോടെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി. അവർക്കുണ്ടായ മകനാണ് സാംസൺ. എന്തായിരുന്നു അവൻ്റെ ഗുണമേന്മ, എന്തായിരുന്നു അവൻ്റെ ശക്തി? അസാധാരണമായ ശക്തി അവനിൽ പ്രകടമായി. കാരണം അവനുണ്ടായ ബാക്ക്ഗ്രൗണ്ട്, അവൻ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട്. ഇതുപോലെ നമ്മുടെയൊക്കെ മക്കൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, പശ്ചാത്തലത്തിൽ വളർന്നു വന്നാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടം അവർക്കുണ്ടാകും. അതിൻ്റേതായിട്ടുള്ള നന്മകൾ അവരുടെ സ്വഭാവത്തിൽ പ്രകടമാകുകയും ചെയ്യും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, മക്കൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഒരപ്പൻ്റെ അമ്മയുടെയും മക്കൾക്ക് തന്നെ വലിയ വ്യത്യാസമുള്ളതായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരപ്പൻ സൂചിപ്പിച്ച കാര്യം, ശരിക്കും രണ്ട് ആൺമക്കളാണ്. മൂത്തവൻ്റെ ഒരു പ്രത്യേകത, സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ അവൻ ചെയ്യും. രണ്ടാമൻ്റെ ഒരു പ്രത്യേകത, സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ തല പോയാലും ചെയ്യത്തില്ല. ഓപ്പോസിറ്റ് ധ്രുവം, രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. അതാണ് അപ്പം പറഞ്ഞത്. ഞാനിത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇളയവൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിക്കണമെങ്കിൽ ഇച്ചിരി നയത്തിലൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിക്കും. മൂത്തവൻ്റെ അടുത്ത് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാലേ അവൻ ചെയ്യത്തുള്ളൂ. ഒരേ അപ്പൻ്റെ അമ്മയുടെ മക്കൾക്ക് ഉണ്ടോ എന്ത് വ്യത്യാസം? അങ്ങനെയെങ്കിൽ ചില ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മക്കളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. ഒന്നാമതായിട്ട് ഈ പ്രാർത്ഥനയിൽ കിട്ടിയ മക്കൾ, ഇനി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ അത് പ്രകടമാകും. 2 സാമുവേൽ 7:29 വായിച്ചാൽ ദാവീദ് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. അവൻ പറഞ്ഞത്, ഇവരാരും ഒരു കാലത്തും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അങ്ങനെ
മനോഹരമായൊരു പ്രാർത്ഥന നടത്തിയ വ്യക്തിയാണ് ദാവീദ്. അവൻ്റെ തലമുറയിൽ അതിൻ്റെതായിട്ടുള്ള നന്മ കാണാൻ പറ്റും. പ്രഭാഷകൻ 47:8 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് രാവിലെ എഴുന്നേറ്റ് കൊട്ടാരത്തിലുണ്ടായിരുന്നവരെ ഒരുമിച്ച് കൂട്ടി നല്ല പ്രാർത്ഥന, സ്തുതിപ്പ്, ദൈവാരാധന, അതിനാവശ്യമായിട്ടുള്ള മ്യൂസീഷ്യൻസിനെ വെച്ചു, അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തി. ആ കൊട്ടാരം അതിരാവിലെ തന്നെ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ആ ദൈവസാന്നിധ്യം ഒന്ന് നിറയാതിരിക്കുമോ? ആ സാന്നിധ്യത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 1 സാമുവേൽ 12:23 പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന വ്യക്തിയാവും. സാമുവേൽ പറഞ്ഞാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറും. മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുക. രണ്ടാമതൊരു കൂട്ടരുണ്ട്, വചനം കിട്ടി വളർന്ന മക്കള്. സുഭാഷിതങ്ങൾ 30:5 വായിച്ചാൽ, വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് വചനം കവചമായി മാറും. ധ്യാനത്തിൽ പങ്കെടുക്കാമെന്ന കുടുംബം, അവര് 2 കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാര്യ 3ാമത് ഗർഭിണിയാണ്. ഇനി ആ കുട്ടികളുടെ പെരുമാറ്റം ഞങ്ങളെല്ലാവരെയും വളരെ വളരെ ചിന്തിപ്പിച്ചു. എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് വചനം കേൾക്കുന്ന, ശാന്തമായിട്ടിരുന്ന് വചനം കേൾക്കുന്ന മക്കള്. അവർ അവസാനം ഒരു പ്രാർത്ഥന സ്വീകരിച്ച് പോകാൻ വന്നപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, ഈ 2 കുട്ടികളും വയറ്റിൽ കിടന്ന് 3 ധ്യാനം കൂടി വരാം. ഇവർ കല്യാണം കഴിഞ്ഞ് ഇവരെടുത്ത ഒരു തീരുമാനമാണ്, നീ ഗർഭിണിയായാൽ ആദ്യത്തെ മാസം തന്നെ നമ്മൾ 2 പേരും കൂടെ പോയി ഒരു ധ്യാനം കൂടും, പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ, പിന്നെ പ്രസവത്തിന് മുമ്പ് ഒന്നുകൂടെ, അങ്ങനെ 2 കുട്ടികളും 3 ധ്യാനം വയറ്റിൽ കിടന്ന് കൂടിയെന്ന്. അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയാണ് അവിടെ കാണാൻ സാധിച്ചത്. മൂന്നാമതായിട്ട് നമ്മൾ സ്നേഹത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ അത് പ്രകടമാക്കും. ഞാൻ പറഞ്ഞല്ലോ, ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ അതിൻ്റെ കാതലായ സന്ദേശം അതാണ്. സ്നേഹത്തിൽ ഉരുവാക്കപ്പെട്ട് സ്നേഹത്തിൽ വളർന്നു വന്ന സാംസൺ, അവൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതായിരുന്നു. അവസാനമായിട്ട് ഈ മക്കളെ ഉണ്ടാക്കുന്നവർ എന്ന് പറയുന്നത് ഏത് ഗണത്തിൽപ്പെടുന്നവരാ? എങ്ങനെയാണ് അത് സംഭവിക്കുക? തോബിത്ത് 8:7 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡികാഭിലാഷത്താലല്ല ഞാൻ ഇവളെ സ്വീകരിക്കുന്നത്, പരിശുദ്ധമായ പ്രേമത്താലാണ്. ഈ ഒരു ദൈവത്തോടുള്ള സ്നേഹം, ജീവിത വിശുദ്ധി, പങ്കാളിയോടുള്ള കരുതൽ, ഇതൊന്നും ഇല്ലാത്തവർ അവർ മക്കൾക്ക് ജന്മം കൊടുത്താലും മക്കളെ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റും, അല്ലാതെ അവർക്ക് ജന്മം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ഗണത്തിൽ പെടാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റി മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കായി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.